ഓക്കെ, നമ്മളിന്ന് ഹോം സ്കൂളിംഗ് ആണ് നോക്കാൻ പോകുന്നത്. കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് ഭാഷ ആദ്യം പഠിപ്പിക്കണം, ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടികൾ ഇരുത്തി പഠിപ്പിച്ച് എന്ത് പഠിപ്പിക്കണം എന്നറിയില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കണോ, മലയാളം പഠിപ്പിക്കണോ, അറബി പഠിപ്പിക്കണോ, എല്ലാം കൂടി ഒരുമിച്ച് പഠിപ്പിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ എൻ്റെ ഒബ്സർവേഷനിൽ ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കുട്ടി പഠിക്കാൻ നോക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അറിവ്, സ്കൂളിംഗ് എന്തിനാണ്? അറിവ് കരസ്ഥമാക്കാനാണ്. അപ്പോൾ അറിവിൻ്റെ താക്കോൽ എന്താ? ഭാഷയാണ്. ഭാഷ, ലാംഗ്വേജ് പഠിപ്പിച്ചാൽ കുട്ടിക്ക് അറിവ് കരസ്ഥമാക്കാനുള്ള ബേസിക് സ്കില്ല് കിട്ടും. ഇനി ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. മലയാളം ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം മാതൃഭാഷയായിട്ട് വരും. ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്, ഹിന്ദി ഉണ്ട്. അങ്ങനെ ഓരോ ലാംഗ്വേജസും ആ ലാംഗ്വേജസിലുള്ള അറിവിലേക്കുള്ള താക്കോൽ തുറന്നു തരും. അപ്പോൾ നമ്മൾ ഏത് ഭാഷ ആദ്യം പഠിക്കണം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളം ആദ്യം പഠിക്കണം. കാരണം ഒരു കുട്ടി 3 വയസ്സാവണ വരെ ആ മലയാളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മദർ ടങ് ആയതുകൊണ്ട് ഉമ്മയുടെ അടുത്ത് നിന്ന് ആ ലാംഗ്വേജ് അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 3 വയസ്സായതിന് ശേഷം ആ കുട്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ലിസണിങ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സ്പീക്കിങ് 3 വയസ്സാവാൻ നേരത്ത് ചെയ്യും. അപ്പോൾ കേട്ടിട്ടുള്ള ഒരു ലാംഗ്വേജ് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് 3 വയസ്സാവുമ്പോഴേക്കും ആ കുട്ടിക്ക് കിട്ടും. 4 വയസ്സാവുമ്പോഴേക്കും ആ കുട്ടി സംസാരിക്കാനും പഠിക്കും. അപ്പോൾ ലാംഗ്വേജിൻ്റെ 2 പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ലിസണിങ്, സ്പീക്കിങ് ഫസ്റ്റ് ഏരിയ, റീഡിങ്, റൈറ്റിങ് സെക്കൻഡ് ഏരിയ. ഇത് ലാംഗ്വേജ് കൺസ്യൂം ചെയ്യാണ്, ഇത് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ റീഡിങ് ലാംഗ്വേജ് കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റിങ്ങിൽ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയ മാസ്റ്റർ ആയിട്ടില്ലെങ്കിലും ആ ബ്രെയിൻ വളരുന്നതോട് കൂടിയിട്ട് ആ കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ മലയാളം ലാംഗ്വേജ് കുട്ടിനെ പഠിപ്പിക്കാൻ പകുതി ഭാരം നമുക്ക് കുറഞ്ഞു. ബാക്കി പകുതി നമ്മൾ നോക്കേണ്ടതുള്ളൂ. പിന്നെ ഈ ലെറ്റേഴ്സിനും റീഡിങ്ങും റൈറ്റിങ്ങും പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം റീഡിങ് പഠിക്കണം. കാരണം ഈ സെയിം ഓർഡറിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആദ്യം ലാംഗ്വേജ് കൺസ്യൂം ചെയ്യാൻ പഠിപ്പിക്കണം. ലാംഗ്വേജ് കൺസ്യൂം ചെയ്യാൻ പഠിപ്പിച്ചതിന് ശേഷം മാത്രം ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പോൾ മലയാളത്തിൽ തുടങ്ങിയാലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും മാത്രം പഠിപ്പിച്ചാൽ മതി. റീഡിങ് പഠിപ്പിക്കുമ്പോൾ ഓരോ വേർഡും അതിനെ കണക്ട് ചെയ്യാനും കഴിയും. കാരണം ആ വേർഡ് ഓൾറെഡി ആ കുട്ടിക്കറിയാം, ഭാഷ അറിയാം. അത് എഴുതാനും വായിക്കാനും മാത്രം പഠിപ്പിച്ചാൽ മതി. ഇത് പഠിപ്പിച്ചിട്ട് അങ്ങനെ വിട്ടാൽ മതിയോ? അത് പോരാ. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ ആ കുട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഓൾറെഡി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കുട്ടി. അത് പിന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഒരു കുട്ടി മലയാളം ഭാഷ പഠിച്ചതിന് ശേഷം മലയാളം ഭാഷ ഉപയോഗിച്ചിട്ടുള്ള റിട്ടൺ കണ്ടൻറ്റ് വായിച്ച് ശീലിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു കഥയിൽ നിന്നോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കഥയിൽ നിന്ന് വായിച്ച് തുടങ്ങുക. ആ കുട്ടീനെ ശീലം പഠിപ്പിക്കണം എന്നുള്ളതാണ് ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ആ ഹാബിറ്റ് എങ്ങനെ വളർത്താം എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ മലയാളം ആ കുട്ടി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടിക്കറിയാം ഒരു ഭാഷ പഠിക്കേണ്ട ബേസിക് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലായി. ലിസണിങ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അക്വയർ ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ ഭാഷ കേട്ടാൽ മനസ്സിലാകാതെ എന്തായാലും പറയാൻ കഴിയില്ല എന്നുള്ള ഫണ്ടമെൻ്റൽ നോളജ് കുട്ടിക്കും മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ശേഷം മലയാളം ലാംഗ്വേജ് 4 വയസ്സാവുമ്പോഴേക്കും ലിസണിങ് സ്പീക്കിംഗ് പഠിച്ചു. പിന്നെ ഒരു 5 വയസ്സാകുമ്പോഴേക്കും റീഡിങ്ങും റൈറ്റിങ്ങും ഇതേ രീതിയിൽ മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിച്ചാൽ ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏത് ഭാഷയും നമുക്ക് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, അറബിക്ക് പഠിക്കാൻ പറ്റും, ഹിന്ദി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ആദ്യം ലെറ്റേഴ്സ് പഠിപ്പിക്കാതെ ആദ്യം ആക്ഷൻസും കാര്യങ്ങളും പഠിപ്പിക്കണം. നൗൺസ് പഠിപ്പിക്കണം, വെർബുകൾ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? ഓരോ സൗണ്ടും
ഒരു കുട്ടി എങ്ങനെയാണ് മലയാളം പഠിച്ചത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. കുട്ടിയെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റിലാണെന്ന് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവിറോൺമെൻറ്റ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ വീഡിയോ കണ്ടൻറ് ഉണ്ടല്ലോ. ഒരു കുട്ടി ഒരു പിക്ചർ കാണുകയാണ്, ആപ്പിളിൻ്റെ പിക്ചർ കാണുകയാണ്. പിക്ചർ കാണുമ്പോൾ ആപ്പിളിൻ്റെ സൗണ്ടും കൂടി, ആപ്പിൾ എന്ന് പറഞ്ഞ സൗണ്ട് എഴുതണ്ട, ആ സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ സൗണ്ടും ഈ പിക്ചറും കൂടി കുട്ടി കണക്ട് ചെയ്യണം. അങ്ങനെ എല്ലാ നൗൺസും കുട്ടി ആദ്യം പഠിക്കണം. പിന്നെ വെർബിലേക്ക് പോകണം. വെർബിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൺ എന്നുള്ള വെർബാണെന്നുണ്ടെങ്കിൽ റൺ എന്നുള്ള സൗണ്ടും ആ റൺ ചെയ്യുന്ന ആക്ഷനും കുട്ടിയിലേക്ക് കണക്റ്റ് ആവണം. ഇതാണല്ലോ റണ്ണിങ്. റൺ ചെയ്യുന്ന ആക്ഷനും റൺ എന്നുള്ള സൗണ്ടും കണക്റ്റ് ആവണം. ലെറ്റേഴ്സ് ഇപ്പം തന്നെ ഉള്ളിലേക്ക് കയറ്റിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതേപോലെ നൗൺസും വെർബും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിരന്തരമായിട്ട് വിഷ്വൽസും സൗണ്ടും കൂടി കണക്ട് ചെയ്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുട്ടിക്ക് പഠിയും. അതിനുശേഷം ലാംഗ്വേജ് കേട്ടാൽ മനസ്സിലായാൽ കുട്ടിക്ക് പറയാനും വളരെ എളുപ്പമായിരിക്കും. നമ്മളെ ഉള്ളിൽ കയറാത്തൊരു സംഭവം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഉള്ളിലേക്ക് കയറി മനസ്സിലായ സംഭവമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക, അതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് ശേഷം ലെറ്റേഴ്സിലേക്ക് പോയാൽ ലെറ്റേഴ്സും വേർഡ്സും കാണുമ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അതിലൂടെ റീഡിങ്ങും റൈറ്റിങ്ങും വളരെ എളുപ്പം കുട്ടിക്ക് പഠിക്കാൻ കഴിയും. ഇതേപോലെ ഏത് ലാംഗ്വേജും കുട്ടീനെ പഠിപ്പിക്കാം. എന്നിട്ട് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിട്ടൺ കണ്ടൻറ്റോ ഓഡിയോ കണ്ടൻറ്റോ കേൾക്കുന്നതോ അതിൽ നിന്ന് അറിവ് അക്വയർ ചെയ്യുന്ന ഒരു ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. ആ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അവർ പഠിച്ച് മനസ്സിലാക്കി വളരുകയും അവർ ഈ സൊസൈറ്റിയിലേക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും.